ശ്രീപത്മനാഭൻ, ഒ അബ്ദുള്ളയുടെ ചരിത്രാവബോധമില്ലായ്മയാണോ ഇത്തരം പരാമർശം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? അല്ല, അതല്ല. ഇതൊക്കെ എന്താ അറിയോ, ഈ ലോകത്തിന് ദഹിക്കാത്ത ഒരു സത്യമാണ് 1971 ലോകം എന്താ പറയാ സ്വീകരിക്കേണ്ടി വന്നത്. കാരണം നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ലോകത്ത് യുദ്ധം നടത്തി രാജ്യങ്ങളെ ഒന്നാക്കുന്നതും രണ്ടാക്കുന്നതും മൂന്നാക്കുന്നതും ഒക്കെ വൻ ശക്തികളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം, ഒന്നാം ലോക മഹായുദ്ധം, അതിനുശേഷം അമേരിക്ക ലോകത്തെ എമ്പാടും നടത്തിയ യുദ്ധങ്ങൾ. പക്ഷെ ലോകത്ത് ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളുകൾ വേറെയും ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കിയത് അന്നാണ്. അതായത് ഒരു യുദ്ധം നടത്താനും ഒരു രാജ്യത്തെ രണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, അതറിയുന്ന ആൾക്കാർ വേറെ ഉണ്ട് എന്നുള്ള സത്യം ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പാശ്ചാത്യര് ഇപ്പോഴും ആ യുദ്ധം അവർക്ക് ഒരു രസിക്കാത്ത സത്യമാണ്. ഇനി വേറെ ഇതിന്റെ ഒരു മതപരമായ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ കാരണങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഈ 947 ഈ പാകിസ്ഥാൻ എന്ന രാജ്യം മതരാജ്യമായി രൂപീകരിച്ച് കൊണ്ടുവരുമ്പോൾ അതിന്റെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഈ മുഹമ്മദ് അലി ജിന്നയോട് ഒരു പാശ്ചാത്യ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാജ്യത്തിന്റെ തലവൻ ചോദിച്ചു എന്നാണ്, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി കിടക്കുകയല്ലേ, ഇത് എങ്ങനെ നിങ്ങൾക്ക് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ജിന്ന പറഞ്ഞ ഉത്തരം, അവർ റിലീജിയൻ വിൽ യുനൈറ്റ് അസ് എന്നാണ്. ഞങ്ങളുടെ മതം ഞങ്ങളെ ഒരുമിച്ച് നിർത്തുമെന്നാണ്. പക്ഷെ മതം ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്തില്ല. ഭാഷ ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്തിയേക്കാം, സംസ്കാരം ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്തിയേക്കാം, പക്ഷെ മതം ഒരിക്കലും ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്തിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ടാവാൻ കാരണം. കാരണം ബംഗാളികളെ അംഗീകരിക്കാൻ ഒരു കാലത്തും പാകിസ്ഥാനിലെ പഞ്ചാബികളും സിന്ധുകളും തയ്യാറായ, അടിസ്ഥാനപരമായി അവിടുന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. രാഷ്ട്രീയമായി അതിന് രാഷ്ട്രീയമുണ്ട്. കാരണം പ്രധാനമന്ത്രി കസാരയുടെ പ്രശ്നമുണ്ട്, അധികാരത്തിന്റെ പ്രശ്നമുണ്ട്. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്നൊരു ബംഗാളി വന്നിട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഭരിച്ചാൽ വലിയ വിഷമമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ശേഖർ ഗുപ്തയുടെ കാര്യം പറഞ്ഞു. ശേഖർ ഗുപ്ത പറയുന്നത് 1980 പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ സമ്പൽ സമൃദ്ധമായ, അത് ഭാരതത്തെ അപേക്ഷിച്ച് 80കളിലെ ഭാരതത്തെ അപേക്ഷിച്ച് സമ്പൽ സമൃദ്ധമായ പാകിസ്ഥാൻ, അതായത് അന്ന് പാകിസ്ഥാനിലെ 100 രൂപ കിട്ടണമെങ്കിൽ ഇന്ത്യയുടെ 150 രൂപ കൊടുക്കേണ്ടിയിരുന്നു. നമ്മുടെ 150 രൂപ കൊടുത്താലേ അവരുടെ 100 രൂപ കിട്ടുള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ എക്കണോമി കുറച്ചും കൂടി മെച്ചപ്പെട്ട എക്കണോമി ആയിരുന്നു. അമേരിക്കൻ സാമ്പത്തിക സഹായത്തോടെ ബൂമിങ് എക്കണോമിയാണ്. അദ്ദേഹത്തിന് അവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലായി നമ്മളെക്കാൾ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് മനസ്സിലായി. ഇതേ മനുഷ്യൻ 2018 19 സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് തകർന്ന് തരിപ്പണമായ പാകിസ്ഥാനാണ്. നമ്മളുടെ 100 രൂപ കിട്ടണമെങ്കിൽ അവരുടെ 175 രൂപ തരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ സാമ്പത്തികമായി തകർന്നു. അത് തീവ്രവാദം അവരെ തകർത്തിരിക്കുകയാണ്. അവരെ ഈ കഴിഞ്ഞ 10, 35, 40 വർഷമായി അവിടെ നടക്കുന്ന വളരെ ശക്തമായ മത തീവ്രവാദ പ്രവർത്തനം കാരണമാണ് അവർ ഈ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പറയുന്നത് പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ നമ്മൾ അനാവശ്യമായി ഇടപെട്ടു എന്നാണ്. അതിന് ഒരു സത്യമുണ്ട്. ഇവിടെ പലരും തെറ്റിദ്ധരിക്കും 971 തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധി ജയിച്ചത് ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷമാണ്. അതല്ല. ഈ 971 തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് മുമ്പാണ് നടന്നത്. യുദ്ധം ഡിസംബർ മാസം 2 തുടങ്ങി 14 അവസാനിച്ചതാണ്. അതിന് മുമ്പാണ് ഇന്ദിരാഗാന്ധിയുടെ പ്ലാൻ ജൂണിൽ യുദ്ധം നടത്താനായിരുന്നു. അപ്പോഴാണ് സാം മാനേക്ഷ പറഞ്ഞത്, ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല, മഴക്കാലം തുടങ്ങിയാൽ ബംഗ്ലാദേശിലെ നദികളിലൊക്കെ ജലമായിരിക്കും, പ്രളയമായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് മഴക്കാലം കഴിഞ്ഞിട്ടേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി 972 നടക്കേണ്ട തെരഞ്ഞെടുപ്പ് അത് പാർലമെന്റ് പിരിച്ചുവിട്ട് 71 നടത്തി. എന്നതിന് ശേഷമാണ് അവർ യുദ്ധം നടത്തുന്നത്. അപ്പം അത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നടത്തിയ യുദ്ധമല്ല. യുദ്ധത്തിന് കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്ന അഭയാർത്ഥികളാണ്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ കൽക്കട്ടയിലും ബംഗാളിലും ആസാമിലും ഒക്കെ എന്താ പറയാ മഴപ്പാറ്റകളെ പോലെ വന്ന് കൂടാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്ത്യ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചത്. പിന്നെ ബംഗ്ലാദേശിൽ ഇന്ന് നടക്കുന്ന പ്രശ്നത്തിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണം ഞാൻ പറയാം.
നമ്മൾ ബംഗ്ലാദേശിൽ ഒരു സുഹൃത്തിനെ കണ്ടതുകൊണ്ട്, ഇപ്പൊ ഭൂട്ടാനെ പോലെയോ നേപ്പാളിനെ പോലെയോ ഒരു സുഹൃത്തിനെ കണ്ടതുകൊണ്ട് നമ്മൾ സത്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തി നമ്മൾ വേണ്ട രീതിയിൽ സംരക്ഷിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ഫലമായി വ്യാപകമായ നുഴഞ്ഞുകയറ്റം, വ്യാപകമായ എന്താ പറയാ കന്നുകാലി മോഷണം എന്ന് വേണ്ട ബംഗാളിലും ആസാമിലും ഒക്കെ ഒരുപാട് ദുരിതങ്ങൾ ഇവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ബംഗാളികളാന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന പലരും ബംഗ്ലാദേശികളാണ്. അപ്പോൾ ഈ ഒരു അബദ്ധം നമുക്ക് പറ്റിയത്, വി തോട്ട് ദാറ്റ് ദി വർ ഫ്രണ്ട്സ്, അവർ നമ്മളെ സുഹൃത്തുക്കളാണ്, എന്നും സുഹൃത്തുക്കളായി നിൽക്കും എന്ന് നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കൊണ്ട് ഇനി നമ്മൾ വളരെ കർശനമായി ബംഗ്ലാദേശ് അതിർത്തി നമ്മൾ പരിപാലിക്കും. ഇപ്പൊ ബംഗ്ലാദേശ് അതിർത്തി മാത്രമല്ല, മണിപ്പൂർ സംഭവത്തിന് ശേഷം ബർമ അതിർത്തിയും നമ്മൾ ഏതാണ്ട് അടച്ചിരിക്കുകയാണ്. 50 കിലോമീറ്റർ വരെ പാസ്പോർട്ട് ഇല്ലാണ്ട് ബർമക്കാർക്ക് ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റും. അതൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. അവിടെയൊക്കെ ഫെൻസിങ് തുടങ്ങി. 1998 അഡ്വാനിജി ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ് ബംഗാൾ അതിർത്തിയിൽ ഫെൻസിങ് തുടങ്ങിയത്. അതിപ്പോഴാണ് സമാപിച്ചത്. അതുകൊണ്ട് ഈ അതിർത്തികളൊക്കെ ഇന്ത്യ ഇനി വളരെ കർശനമായി പരിപാലിക്കും, ഈ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട്. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. ദോഷം എന്താന്ന് വെച്ചാൽ ഇതൊരു വലിയ തലവേദനയാണ്. കാരണം ഒരു തീവ്രവാദത്തിലേക്ക് നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് വീഴുന്ന ഒരു രാജ്യം തങ്ങൾക്ക് മാത്രമല്ല അയൽവാസികൾക്കും ഒരു ശല്യമായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശ് ഇങ്ങനെ പോയാൽ ലോകത്തിന് തന്നെ ഒരു ശല്യമായ, പാകിസ്ഥാനെ പോലെ അല്ലെങ്കിൽ ലെബനനെ പോലെ ലോകത്തിന് ശല്യമായ ഒരു രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതയും.